ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നയനയും ആദർശും മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയുന്നു പരസ്പരം. എന്നാലും അത് തുറന്നു പറയാൻ പറ്റാത്തതിൻ്റെതായ ഒരു വിഷമം രണ്ടുപേരുടെ ഇടയിലും ഉണ്ട് കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അനിയുടെ കല്യാണം കൂടി വന്നതിന് ശേഷം വീട്ടിൽ എല്ലാവരും അതിൻ്റെയൊക്കെ പിന്നാലെ ആയതുകൊണ്ട് നയനിയും ആദർശും ഒരുപാട് ഫ്രീഡം ഇങ്ങനെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഇടയിൽ ഈ ദേവയാനി ഒരു കരടായിട്ട് ഇങ്ങനെ കിടക്കുക. അങ്ങനെ മകളുടെ, അതായത് മരുമകളുടെ തലയിൽ നിന്നും ഭാര്യ മുല്ലപ്പൂ വലിച്ചു പറിച്ചെറിയുന്നതും അങ്ങനെ ആ കാണിച്ചു കൂട്ടുന്ന ആ വൃത്തികേടും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജയൻ നേരെ ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നു. ആദർശിൻ്റെ അടുത്ത് ചെന്നിട്ട് ആദർശിനോട് അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അച്ഛൻ ആരോടും ഒരിക്കലും ഇത് പറയരുത്, ഞാൻ അങ്ങോട്ടേക്ക് പറയാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണത്തിന് മുമ്പ് നയന ആദർശിനെ തല്ലിയതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മകൻ അച്ഛനോട് പറയുന്നു. അതന്നെയാണോ നീ ഇങ്ങനെ പറയുന്നത്? കല്യാണത്തിന് മുമ്പല്ലേ അവൾ നിന്നെ തല്ലിയിട്ടുള്ളൂ, കല്യാണത്തിന് ശേഷം അവൾ നിന്നെ തല്ലിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിലേ നീ അത് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അത് നിനക്ക് കിട്ടാതെ തന്നതേ മഹാഭാഗ്യയുടെ മോനെ എന്നും പറഞ്ഞ് അച്ഛൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശം ഒന്ന് ചമ്മി. ആദർശം എന്നിട്ട് അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞേ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് അത്ര വലിയ കാര്യമൊന്നും അല്ലേ, അതുകൊണ്ടാണോ അച്ഛൻ അങ്ങനെ ചിരിച്ചു തള്ളി? അപ്പോൾ അവൾ എന്നെ തല്ലിയത് അത്ര പ്രശ്നമല്ല എന്നൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക കേട്ടോ. എന്തായാലും അച്ഛൻ ഇതും പറഞ്ഞിട്ട് നേരെ റൂമിലേക്കാണ് പോകുന്നത്. റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും താഴത്തെ ആ ഒരു പോരാട്ടമൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ആ ഒരു ബഹളമൊക്കെ കഴിഞ്ഞ് ദേവയാനിൻ്റെ റൂമിലേക്ക് എത്തിയ സമയമായിരുന്നു. റൂമിലേക്ക് എത്തിയ ഭാര്യ ജയേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ, വളരെ നല്ല ഭാര്യയായിട്ട് അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ അറിയാവുന്ന ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഇത്രയും നേരം താഴെ എന്തായിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു. താഴെ ഇപ്പം എന്താ? താഴെയൊന്നും ഉണ്ടായിരുന്നില്ല. താഴെ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചു. താഴെ എന്താ ചേട്ടാ, നീ എന്താ ഇത്രയും നേരം അവിടെ കാട്ടിക്കൂട്ടിയത്? എടി, ഭർത്താവും ഭാര്യയും കൂടി എന്തെങ്കിലും എവിടെയെങ്കിലും പോവുകയോ എന്തെങ്കിലും വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ട കുശുമ്പ് കയറുകയല്ല വേണ്ടത്. നീ എന്തിനാ ആ നയനെ ഇത്രത്തോളം ദ്രോഹിക്കുന്നത്? ആ നയന നിനക്ക് ഉപദ്രവം എന്താ ചെയ്തിട്ടുള്ളത്? നയനമോള് കാരണം നിനക്ക് നല്ലത് മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എന്തിനാ നീ ഇതുപോലെ ഇങ്ങനെ സ്വയം ചെറുതാകുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തെന്നാ ജയൻ നീ പറയുന്നതെന്ന് ചോദിച്ചു. നീ എന്താ ചെയ്തതെന്ന് എൻ്റെ മുന്നിൽ നിന്ന് കള്ളത്തരമൊന്നും പറയാൻ ശ്രമിക്കേണ്ട. നീ ചെയ്തതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇനി എൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് നീ അഭിനയിക്കേണ്ട എന്നും പറഞ്ഞു. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? എല്ലാ അമ്മമാരും സ്വന്തം മക്കൾക്ക് നല്ലൊരു ഭാര്യയെയും നല്ലൊരു ജീവിതം കിട്ടാനും ആഗ്രഹിക്കുന്ന നീ മാത്രം എന്തുകൊണ്ടാണ് ദേവേൻ ഇങ്ങനെയായിപ്പോയതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കൊരിക്കലും അവളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ദേവയാനി ജയനോട് പറയുമ്പോൾ, നീ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ നിൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിൻ്റെ മകനെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ബന്ധമാണ് നയനമോള്, ഏറ്റവും നല്ല ഭാര്യയാണ് നയനമോള്, ഏറ്റവും നല്ല മരുമകളാണ് നയനമോള്, ഏറ്റവും നല്ല കൊച്ചുമോളാണ് നയനമോള്. അങ്ങനെ ഒരു മകളെ കിട്ടാനേ ഈ വീട്ടിലുള്ളവർ എന്തോ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവളെ മരുമകളായി നമുക്ക് തന്നെ കിട്ടിയതെന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ ജയേട്ടൻ്റെയൊക്കെ വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം എൻ്റെ തല്ലിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് നോക്കണ്ട. എനിക്ക് അവളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൂർണ്ണ സത്യമാണ്. അതെൻ്റെ ഈ ജന്മത്ത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ ഈ അഹങ്കാരത്തിന് നിനക്കധികം താമസിയാതെ അതിനുള്ള തിരിച്ചടി കിട്ടും ദേവയാനി. നയനമോള് തന്നെ വേണ്ടി വരും നിൻ്റെ ഈ അഹങ്കാരത്തിന് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതെല്ലാം പറയാം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീടാണെന്നുണ്ടെങ്കിൽ ദേവയാനിയാണെങ്കിൽ കലി കയറി അങ്ങനെ നിൽക്കുവാണ്. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവളെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ തള്ളി ഓടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ മിനിറ്റിന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ ജലജയം കൂടെ കയറി വരുന്നത് കൊണ്ട് 1-9 പറഞ്ഞും കൊടുക്കും. അപ്പോഴേക്കും 10 ഇരട്ടി ദേഷ്യമാകും ദേവയാനിക്ക്. ഈ സമയത്ത് നയനയും ആദർശം കൂടി റൂമിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുക. അപ്പോൾ അമ്മ മുല്ലപ്പൂ വലിച്ചു പറിച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നയനയും ആദർശം കൂടെ സംസാരിക്കുന്നു. അപ്പോൾ മുല്ലപ്പൂ എന്തിയെ എന്ന് ആദർശം ചോദിച്ചപ്പോൾ നയന പറഞ്ഞു അത് അമ്മ വലിച്ചൂരി കളഞ്ഞു എന്ന്. അമ്മയുടെ ദേഷ്യത്തിന് അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത്, നീ അതൊന്നും മനസ്സിൽ വെക്കരുത്. പിന്നെ അമ്മയോട് എനിക്കൊരു പരിധി കൂടുതലൊന്നും എതിർത്ത് സംസാരിക്കാനായിട്ട് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഞാനതിനെ ആദർശനോട് പറഞ്ഞില്ലല്ലോ അമ്മയോട് എതിർത്ത് സംസാരിക്കണമെന്ന്.
പിന്നെ അമ്മയ്ക്ക് ഈ ജന്മം എന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. അതിൻ്റെ ചില മാറ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നതെന്നും എനിക്കറിയാം. ഞാനതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാം. എന്നെങ്കിലും ഒരു ദിവസം അമ്മയെല്ലാം മനസ്സിലാക്കുമായിരിക്കും അല്ല ആദർശേട്ടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആദർശം ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. അതും പറഞ്ഞ് നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പം എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ സ്വഭാവത്തിന് അമ്മയെ സഹിക്കാനും അല്ലെങ്കിൽ അമ്മയെ അംഗീകരിക്കാനും ഈ ലോകത്ത് ഇവളെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും കഴിയില്ല. അത്രയ്ക്ക് അഹങ്കാരമാണ് അമ്മ കാണിക്കുന്നത്. ഇതൊക്കെ ആദർശം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ദേവയാനി ഇങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ജലജ അങ്ങോട്ടേക്ക് ചെന്നു. ജലജ ചെന്നിട്ട് നയനെക്കുറിച്ചും ജയനെക്കുറിച്ചും ആദർശിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ നയനയുടെ പിന്നാലെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരെയും അവൾ മയക്കി വെച്ചിരിക്കുകയാണ്. അവൾ അത് ചെയ്തു കൊടുത്ത് ഇത് ചെയ്തു കൊടുത്ത് ഇപ്പോൾ ആദർശിനെയും അവളുടെ സാരിത്തുമ്പയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ജലജ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അങ്ങനെ ഒരിക്കലും എനിക്ക് വേണ്ടപ്പെട്ടവരെ ആരെയും അവളുടെ കാൽക്കീഴിലാക്കാൻ ഞാൻ അവളെ അനുവദിക്കില്ല. സ്വന്തം ജീവിതത്തിൽ മരുമകളുടെ മുന്നിൽ താഴേണ്ടി വന്നാൽ അത് മരണത്തിന് തുല്യമാണെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ജീവനങ്ങ് ഞാൻ അവസാനിപ്പിക്കത്തേ ഉള്ളൂ. അത്ര പോലും അവളുടെ മുന്നിൽ ഞാൻ അടിയറവ് പറയില്ല. ഈ കുടുംബത്തിൽ എന്തായാലും അധികകാലമൊന്നും അവൾ ഉണ്ടാവില്ലല്ലോ. അവൾ അധികകാലം ഞാനിവിടെ വെച്ച് വാഴിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ പറയുന്നു. ഏട്ടത്തി ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പറയും. പക്ഷേ അവൾക്ക് ഈ വീട്ടിൽ എല്ലാവരുടെയും ഉള്ളിലുള്ള സ്ഥാനം എന്താണെന്ന് ഏട്ടത്തിക്ക് അറിയാവോ? നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ സ്ഥാനം അതൊക്കെ ഞാൻ തീർത്ത് തരാമെന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതിൽ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യും. അപ്പോൾ ജലജയ്ക്ക് മനസ്സിലായി ഇതിപ്പോൾ പുള്ളിക്കാരിയെ ഇങ്ങനെ ഒന്ന് എരിവ് കയറ്റി വിട്ടാൽ എന്തെങ്കിലുമൊക്കെ ആകുന്നു. ഇതും കഴിഞ്ഞ് ജലജ റൂമിലേക്ക് പോകുന്ന സമയം യാദൃശ്ചികമായിട്ട് നയനിയും അതുപോലെ നവ്യയും കനകവും കൂടി റൂമിലിരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ നവ്യയുടെ വിഷമത്തിന് നയനിയും കനകവും കൂടി അടുത്തിരുന്ന് ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക. അഭിയുടെ കാര്യം പറഞ്ഞാൽ നവ്യയുടെ വിഷമം. അപ്പോൾ കനകം പറഞ്ഞു, എൻ്റെ മോള് വിഷമിക്കൊന്നും വേണ്ട, അഭിയെ നമുക്ക് നല്ലൊരാളാക്കി മാറ്റിയെടുക്കാം, നീ നോക്കിക്കോ. അപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന അഭി അല്ലെങ്കിൽ അഭിയുടെ ആ ഒരു സ്നേഹം അതൊക്കെ എനിക്ക് വേണം അമ്മ എന്നുള്ള ആ രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ അഭി എല്ലാ അർത്ഥത്തിലും നിന്നെ സ്നേഹിച്ച് തുടങ്ങും, നിൻ്റെ കുഞ്ഞിനെ അംഗീകരിച്ച് തുടങ്ങും, നീ നോക്കിക്കോ അമ്മ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ജലജ പുറത്തുനിന്ന് കേൾക്കുക. അവൻ്റെ സ്നേഹം മാത്രം മതി എനിക്കെന്നൊക്കെ പറയുമ്പോൾ മോളെ നീ സമാധാനമായിട്ടിരിക്കുക, അഭി നിന്നെ സ്നേഹിക്കും, 100% ഉറപ്പാണ്, നീ നോക്കിക്കോളാൻ പറഞ്ഞു. അമ്മയല്ലേ പറയുന്നേ, എന്താ അമ്മ കണ്ടിരിക്കണേന്ന് ചോദിച്ചപ്പം കണ്ടറിയേണ്ട കാര്യങ്ങൾ കണ്ടറിഞ്ഞാൽ പോരേന്ന് ചോദിച്ചു കനകം. അങ്ങനെ ഇവർ 3 പേരും കൂടി സംസാരിക്കുന്നത് കേട്ടിട്ട് ഈ ജലജ അപ്പോൾ ഇനി എൻ്റെ മകനെ വശീകരിച്ചെടുക്കാനുള്ള പ്ലാനാ തള്ളയും മക്കളും കൊടുക്കുക അല്ലേ, ശരിയാക്കി തരാൻ ഞാൻ. എൻ്റെ മോനെ ഇപ്പോൾ ആദർശും നയനയുടെ സാരിത്തുമ്പി കെട്ടിയിട്ടിരിക്കുന്നത് പോലെ എൻ്റെ മോനെ നിൻ്റെ സാരിത്തുമ്പി കെട്ടിയിടാൻ ഞാൻ അനുവദിച്ച് തരാമടി. ഈ കനകമെന്ന് പറയുന്നവൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും. അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം. അവളിവിടെ നിന്നാലേ ചിലപ്പോൾ എനിക്ക് അഭിയെയും നഷ്ടപ്പെടും. അവളുടെ മക്കൾക്ക് 2 പേർക്കും ഭർത്താക്കന്മാരെ സകല ഇതായിട്ട് അങ്ങ് കൊടുത്തേക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ജലജ മനസ്സിൽ കാണുക. അപ്പോൾ എന്താണ് കനകത്തിനെ അവിടെ നിന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് ആ ഒരു ഇതിൽ ജലജ ഇങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊന്നും നയനയോ അല്ലെങ്കിൽ കനകോ നവ്യോ ഇവരാരും അറിയുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തൽ. അപ്പോൾ ഈ പൂജാമുറിയിൽ ഒരു കെണി ഒപ്പിച്ച് വെക്കാനായിട്ടാണ് ഈ ജലജ ശ്രമിച്ചത്. കാരണം പൂജാമുറിയിൽ എപ്പോഴും കനകവും അതുപോലെ നയനയൊക്കെ കയറുന്നതാണ്. അവരാണ് കൂടുതൽ അവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും എടുക്കുന്നതും ചെയ്യുന്നതും. അപ്പോൾ അവരങ്ങനെ ആ ഒരു എന്താ പറയുന്നത് അതിനകത്ത് കയറി പെരുമാറുമ്പോൾ എന്തെങ്കിലും മോഷണം പോയി അത് എന്നിട്ട് കനകം എടുത്തതാണെന്ന് പറഞ്ഞ് കനകത്തിൻ്റെ തലയിൽ കൊണ്ട് വെക്കാം, എങ്ങനെയൊക്കെ ആ ഒരു പ്ലാനൊക്കെ ഒരുക്കുക പുള്ളിക്കാരി. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ പൂജാമുറിയിൽ എന്തോ സാധനം കൊണ്ടുവന്നു അങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് കനക പൂജാമുറി വൃത്തിയാക്കാനായിട്ട് കയറുന്നു. അത് കഴിഞ്ഞ് നയന കയറുന്നു. ഇവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജലജ അങ്ങോട്ടേക്ക് വന്നു. ജലജ വന്നിട്ട് പൂജാമുറിയിൽ കയറിയിട്ട് ആ സാധനം നൈസായിട്ട് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് നേരെ അപ്പോൾ ഈ വെച്ചതെല്ലാവരുടെയും കാണുകയാണ്. എന്നിട്ട് എടുത്തത് പതുക്കെ കൊണ്ടുപോയി കനകത്തിൻ്റെ റൂമിൽ കനകത്തിൻ്റെ ബാഗിലേക്ക് അങ്ങ് താത്തി അങ്ങ് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് പൂജാമുറിയിൽ കയറുന്നത്. പൂജാമുറിയിൽ കയറി കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് വലിയാലും ഒച്ച ഉണ്ടാക്കും, അയ്യോ അയ്യോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എല്ലാവരും വന്നു, എന്താണെന്ന് ചോദിച്ചു. അത് ഇവിടെ വെച്ച സാധനം കാണുന്നില്ല എന്ന് പറഞ്ഞു. സാധനം കാണുന്നില്ലെന്നോ? നമ്മളിവിടെ പൂജിക്കാൻ വെച്ചതൊന്നും കാണുന്നില്ല, അതാരോ എടുത്തിട്ടുണ്ട്, മോഷണം പോയി, ഇതൊക്കെ പറഞ്ഞിങ്ങനെ അവിടെ കിടന്ന് വലിയ ബഹളം ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും ഓടി വന്നു കേട്ടോ. എല്ലാവരും ഓടി വന്നിട്ട് ഇങ്ങനെ ആകെതായിട്ട് നിൽക്കുവാണ്. അപ്പോഴേക്കും ഇതാരോ മനഃപൂർവ്വം എടുത്തതാ, അല്ലാതെ ഒരിക്കലും പൂജാമുറിയിൽ നിന്ന് ഈ സാധനം നഷ്ടപ്പെട്ടു പോകില്ല. ഈ പൂജാമുറി സ്ഥിരം കൈകാര്യം ചെയ്യുന്നവർക്കറിയാം അത് എവിടെ പോയെന്ന് അറിയാമെന്നൊക്കെ പറയുമ്പോൾ അപ്പച്ചി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നയന ചോദിച്ചു. അത് പിന്നെ ഈ പൂജാമുറിയിൽ എപ്പോഴും ഓരോന്നൊക്കെ ചെയ്യുന്നത് കനകവും നയനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതെടുത്ത് മാറ്റാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പം
നിങ്ങൾ എന്ത് വർത്തമാനം ഈ പറയുന്നതെന്ന് നവ്യ ചോദിച്ചു. വേണ്ട വേണ്ട മോളെ, ഏതായാലും ഈ വീട്ടിൽ അമ്മ വന്ന് നിൽക്കുന്ന സ്ഥിതിക്ക് അമ്മയെ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അമ്മ പുറത്തുനിന്ന് വന്ന ഒരാളല്ലേ. എൻ്റെ റൂമിൽ എൻ്റെ ബാഗിലോ എവിടെ വേണമെങ്കിലും പരിശോധിച്ചോളാൻ പറഞ്ഞു കനക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നയന ആദർശേട്ട ഇത് എന്താണെന്ന് ചോദിച്ചു. വേണ്ട വേണ്ട മോൾ ഇനി ആദർശനോടൊന്നും പറയാൻ നിൽക്കേണ്ട, ഇത് പരിശോധിച്ചിട്ട് മതി ബാക്കി കാര്യമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് കനകത്തിൻ്റെ റൂമിലേക്ക് പോവുക. കനകത്തിൻ്റെ മുറിയിലേക്ക് പോയി കനകത്തിൻ്റെ മുറിയിൽ ചെന്ന് കനകത്തിൻ്റെതായ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് നോക്കുന്നു. അപ്പോൾ അഭിയും അമ്മയും കൂടെ അവിടെ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുക, ഏറ്റല്ലേ ഏറ്റു എന്നുള്ള ഒരു ഇതിലെ ഇപ്പം തന്നെ ബാഗിൽ നിന്ന് സാധനം അങ്ങ് പൊക്കിയെടുക്കും എന്നാണ് ആ ചത്തി വിചാരിച്ചത്. പക്ഷേ നമ്മുടെ അനിയെ കൊണ്ടാണ് തപ്പിക്കുന്നത്. അപ്പോൾ അനി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ആരും ചെയ്യില്ല ഇതാണെന്നൊക്കെ. പക്ഷേ നോക്കിയേ പറ്റുമെന്ന് കനകത്തിന് തന്നെ നിർബന്ധം. കാരണം കനകത്തിനെ കള്ളിയാക്കുന്ന ഇടപാടാണല്ലോ, അതുകൊണ്ട്. അങ്ങനെ അനിതേ കനകത്തിൻ്റെ ബാഗെല്ലാം എടുത്ത് നോക്കി, മൊത്തം കുടഞ്ഞിട്ട് നോക്കി, അതിനകത്തൊന്നുമില്ല. അപ്പോൾ അതിനകത്തുണ്ടോ മോനെ, ഉണ്ടോ അനി എന്ന് കനകൻ ചോദിച്ചു. അപ്പോൾ ഇതിലില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സാക്ഷിയാണല്ലോ, ഇല്ല, റൂമിൽ നോക്കിയില്ല. അപ്പോൾ ശരി കനകം, ഇവിടെ അതില്ല, ഇനി അടുത്ത റൂമിൽ നോക്കാമെന്നും പറഞ്ഞ് ഇവരങ്ങ് പോകുക. എല്ലാവരും കൂടെ പോണു. എല്ലാവരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാലും ഇത് ഞാൻ ഇവിടെയാണല്ലോ വെച്ചത്, ഈശ്വര ഇത് എവിടെ പോയി, ഷോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും മകൻ അമ്മയെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് മകനും അങ്ങ് ഇറങ്ങിപ്പോയി. അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഇനിയിപ്പോൾ ഇത് നോക്കിയത് മാറിപ്പോയതും അല്ലാണോ? അങ്ങനെ അത് മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചു വാരിയൊക്കെ ഇങ്ങനെ നോക്കുക, നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോഴേക്കും വെച്ച സാധനം വെച്ചെടുത്തില്ലല്ലേ എന്ന് മുന്നിൽ നിന്ന് നവ്യയും നയനയും കൂടെ ചോദിക്കുന്നു. അവർ രണ്ടുപേരും കൂടി വന്നു നിന്ന് ചോദിച്ചപ്പോഴത്തേക്കും ജലജ ആകെ നാറി വെളുത്തിങ്ങനെ നിൽക്കുക. വെച്ച സാധനം ഇവിടെ കാണാത്തതിന് ടെൻഷനാണോ നിങ്ങൾക്ക് എന്ന് നവ്യ ചോദിച്ചപ്പോൾ നയന ചെന്നിട്ട് ചോദിച്ചു, നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളൊരു സ്ത്രീയാണോ? നിങ്ങൾ എന്ത് വൃത്തികെട്ട പരിപാടികളായി കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശരിക്കും നയനെ അങ്ങ് ഒച്ചയെടുത്തു. നിങ്ങളിൽ നിന്ന് ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ലെന്നുള്ള ആ ഒരു ഇതിലൊക്കെ ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ നവ്യ പറഞ്ഞു, ഇവരിതല്ല ഇതിനപ്പുറവും ചെയ്യും, എന്തായാലും ഇവരുടെ ആ മുതൽ പോയത് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ജലജ അവിടെ ഇട്ട് വലിച്ച് കീറി ഭിത്തിയിൽ ഒട്ടിക്കുക നയനയും നവ്യയും കൂടി. അപ്പോൾ ഒരു വശത്ത് ജലജ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നു, മറുവശത്ത് മരുമകളെ അംഗീകരിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ആത്മഹത്യ ചെയ്യാൻ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് നല്ല സൂപ്പർ ഹിറ്റ് കഥയായിട്ടാണ് കേട്ടോ നമ്മുടെ വിശേഷം വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കും. ടേക്ക് കെയർ. ബൈ ബൈ.